കൃഷി എന്ത് ചെയ്താലും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇത് വിളവെടുക്കാറായോ? ഇത് പച്ച നിറമായിട്ട്, പച്ച നിറമാണ്. ആദ്യം വെള്ള കളറിനകത്ത് നമ്മളുടെ കമുകിൻ്റെ പൂ പോലെയാണ്. എൻ്റെ പേര് സജിമോൻ, ഞാൻ താമസിക്കുന്ന തൊടുപുഴയ്ക്കടുത്ത് മണക്കാടാണ്. ഒരു ഭൂമിനാഥ കാർഷിക നഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഫാം ടൂറിസം നടത്താൻ വേണ്ടി ഞാൻ 4 വർഷം മുമ്പ് മേടിച്ച ഈത്തപ്പനയാണ് കാണുന്നത്. ഈന്തപ്പന നട്ടിട്ട് എത്ര നാളായതാണ്? 4 വർഷമായി ഇപ്പോൾ ഈത്തപ്പന നട്ടിട്ട്. അന്നേരം അതെന്നാ പ്രായം? പ്രായത്തെ പറ്റി നമുക്ക് അറിയത്തില്ല, പക്ഷേ ഒരാൾ പൊക്കത്തിൽ കൂടുതലുണ്ടായിരുന്നു. അത്രയും വലിപ്പമുണ്ടായിരുന്നു. അത് ഹൈദരാബാദിൽ നിന്ന് പറ്റി കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ഏതായാലും ഞങ്ങളൊരു 8 എണ്ണം ഒന്നിച്ച് മേടിച്ചതാണ്. ഞാൻ 2 വെച്ചു, മറ്റേ അദ്ദേഹം 6 എണ്ണം വെച്ചു. അപ്പോൾ 6 എണ്ണം വെച്ച ആളിപ്പോൾ എന്നോട് വഴക്ക് കൂടും. കാരണം വെച്ചാൽ പുള്ളിയുടെ കായ്ച്ചില്ല. അല്ല, അത് വെള്ളം കൊണ്ടതാണ്. ഒരു പുതിയ സ്നേഹിതന്റെ പുതിയ വീടും വീട്ടിൽ ഫ്രണ്ടിൽ വെക്കുകയാണ്. ഇതാണും പെണ്ണും ഉണ്ട് നമ്മുടെ അങ്ങനെ കറക്റ്റ്. അത് ആൺകൊല എന്ന് പറഞ്ഞാൽ ചെറിയ കൊലയാണ്. അറിയാം നമുക്ക് അല്ലേ. നമ്മുടെ ഈ ചെറിയ കമുകൊക്കെ കുലയ്ക്കുമ്പോൾ ചെറിയ കൊലയാണ്. ഇതങ്ങനെയല്ല, നീളമുള്ള കൊലയായിരിക്കും. അതതിന്റെ പ്രത്യേകത. ആണും പെണ്ണും എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റില്ല. അത് അവർക്കൊക്കെ ഗ്രാഹ്യം നടത്തില്ല. ഏതായാലും നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ആണുമണ്ണുണ്ടെങ്കിൽ പരാഗണം നടത്തി കായ ഉണ്ടാകും. അതിന് പ്രത്യേകത. ഇതെങ്ങനെ പരാഗണം നടക്കുന്നത്? ഇത് പരാഗണം നടക്കുന്നത് നമ്മൾ സാധാരണ ഇതില്ല ഈച്ചകളുടെ വിദേശ രാജ്യങ്ങളിൽ ഈച്ചയില്ല. അപ്പോൾ നമ്മളത് കൈകൊണ്ടത് അവരത് ആ പൂ പറിച്ച് ഇതിനെ കൊലപ്പെട്ട് കെട്ടി വെക്കണം. ഇത് നമുക്ക് ഇവിടെ ആയിട്ടുള്ള വ്യത്യാസം ഉണ്ടോ? ഈ ഓല വെട്ടി ഇത് ക്ലീൻ ചെയ്തു. അപ്പൊ ഇതിന്റെ ആ വളർച്ചയുടെ ആണോ ഇത് കാണിക്കുന്നത്? ഈന്തിന്റെയൊക്കെ സാധാരണ നമ്മൾ ഓരോ വർഷം വരുമ്പോ അതെ, ഇതങ്ങനെ ആകാൻ സാധ്യത കുറവാണ്. ഇതൊരു കൂടുതൽ അതിനൊരു 10 വർഷത്തിൽ കൂടുതലൊന്നും സാധ്യതയില്ല. ഞാൻ വെച്ചൊരു 4 വർഷമായിരുന്നു. അപ്പൊ അന്നേരം ഒരാൾ പൊക്കം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ 4 വർഷം കൊണ്ട് ഇപ്പം 2 പൊക്കം ആയല്ലോ. ഒരാൾ പൊക്കം 4 വർഷം കൊണ്ടാകുമ്പം അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇതിവിടെ കായ്ക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നട്ടത്. ആദ്യം ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ചെറുതായിട്ട് പൂവുണ്ടായി. അത്തരം ആദ്യം പൂവുണ്ടായത്. പൂവുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത് കായ്ക്കുന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ഇത് കാച്ച് കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് തൃശ്ശൂർ ഒരു വീട്ടിൽ സാധനം കാച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞ് കണ്ടു. അത് കഴിഞ്ഞ് യൂട്യൂബ് കട്ടപ്പൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു. അവരെല്ലാം സൗദിയിൽ നിന്ന് അവിടെ തിരിച്ചു വന്നപ്പോൾ അങ്ങനെ സംഘടിപ്പിച്ചു വന്നാണ്. നമ്മളങ്ങനെ കൊണ്ടുവന്നതല്ല. പക്ഷേ എങ്കിലും നാട്ടിൽ കാച്ചു എന്ന് തന്നെ അറിഞ്ഞപ്പം പിന്നെ ചെറിയ കൊല ഉണ്ടായപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നു കായ്ക്ക് കഴിക്കുന്നു. ഈ പ്രാവശ്യത്തെ ചൂടിന്റെ ഇതുകൊണ്ടാണോ കാച്ചേ? അല്ല, കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം ഇത് കാച്ചിട്ട് 4 മാസമായി. അന്നേരം ചൂടില്ലല്ലോ. അത് കഴിഞ്ഞല്ലേ ചൂടായത്. അന്നേരം ചൂടില്ലാത്തതുകൊണ്ട് അപ്പൊ അതിന്റെ അല്ല. കാരണം ഇവിടെ ഈ സാധാരണ ചൂട് കൂടുതലുള്ള രാജ്യങ്ങളിലാണല്ലോ കായ്ക്കുന്നത്. പക്ഷെ നമുക്കിപ്പോ പൊതുവേ ചൂട് കൂടുതലായല്ലോ നമ്മുടെ നാട്ടിലും. പണ്ട് 3 കാലാവസ്ഥ മാറി. പണ്ട് 3 ഇറക്കി ഇപ്പൊ 3 നമ്മള് വേർക്കും എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ മാറ്റം വന്നതിനായിരിക്കും. ചൂടിന്റെ ആയിരിക്കില്ല, ഹൈ റേഞ്ചിലും ഉണ്ടല്ലോ. ഇതെങ്ങനെ മൂത്തെന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഇത് ഇവിടെ ഇതിന്റെ ഇപ്പം മഞ്ഞ കളറാണ്. ഇതൊരു കാപ്പിപ്പൊടി കളറിലേക്ക് മാറും. ആ സമയത്ത് എല്ലാം ആയില്ല. ആ സമയത്ത് നമ്മൾ ഇതിന്റെ കൊല വെട്ടി എടുത്ത് നമ്മൾ ഡ്രയറിനകത്തിട്ട് ഉണങ്ങി. വെയിലത്തിട്ട് ഉണങ്ങാൻ പാടായത്. ഡ്രയറിനകത്താണ് 1 ദിവസം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അങ്ങനെ ഡ്രയറിനകത്തിട്ട് ഉണങ്ങിയെടുക്കണം. ഡ്രയറിൻ്റെ അകത്ത് ഇടുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് വെട്ടി ഈ കൊലയോട് കൂടെ വെട്ടണം. വെട്ടിയെടുത്ത് ഇത് താഴേക്ക് താഴും. താഴുമ്പോൾ നമ്മളത് കൊലയോട് കൂടി വെട്ടിയെടുക്കണം. ഇതിന്റെ വെയിറ്റ് കൊണ്ട് താഴുന്നതാണോ അല്ലെങ്കിൽ ഒരു പ്രായം? തെങ്ങിന്റെ കൊലയൊക്കെ ഒരു അങ്ങനെ അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോൾ അത് വെട്ടിയെടുത്ത് കംപ്ലീറ്റ് നടത്തിയെടുക്കണം. ഡ്രയറിനകത്തിട്ട് ഉണങ്ങിയെടുത്തതാണ് ചെയ്യുന്നത്. നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതൊരു ബ്രൗൺ കളറിലാണല്ലോ വരുന്നത്. അതിന് തോടൊന്നും ഇല്ലല്ലോ, അത് നമ്മൾ കളയുന്ന തോടുണ്ട്. അതിനുണ്ട് അതുപോലെ ഒരു പാട പോലെ തോടുണ്ട്. ഇതിപ്പം ഒരു 1-2 വർഷം ആയാലും ഇച്ചിരി കായ വലിപ്പമാകും. ഇതിപ്പോ ആദ്യം ആയതുകൊണ്ട് അതിന്റെ നന്നായിട്ട് വലിപ്പമാണ്. അന്തൈ അല്ലേ? പ്രത്യേകം ഇതിന്റെ കൊലയ്ക്ക് നീളം കുറവ്. അതാണ് അങ്ങനെ കൊല അതിന്റെ കൊലയാണോ? ഇതിന്റെ കൊലയാ നീളം കുറവ്. കായില്ല. ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ചാടിയിട്ടില്ല അല്ലേ? അതിങ്ങനെ ഇതുപോലെ നിന്നോളൂ. മറ്റേന്ന് പറഞ്ഞാൽ കൊല ആദ്യം നല്ല നീളത്തിലുള്ള കൊലയായി. ഇതിങ്ങനെ ചെറുതായിട്ട് പക്ഷെ നല്ല വെള്ള കളറാണ്. അതും ആദ്യം അതുപോലെ തന്നെ വെള്ള കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട്. ബുദ്ധിമാനായ ഒരു കിളി കൂടും വെച്ചിട്ടുണ്ട്. അതെ, സുരക്ഷിതമായിട്ട് ഉപ്പന വല്ലതായിരിക്കും.
ഏറ്റവും കൂടുതൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇരട്ടക്കം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് അപ്പോൾ പല തവണയായിട്ട് ഈ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ കൃഷിയെ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് അതിൻ്റെ മെയിൻ ആളായ ടോം ജിയെ ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ വരികയും ഈത്തപ്പനയുടെ വെള്ളമെടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും ആദരവോടെ ശ്രീ ടോം ജിയെ ഇത് വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇതിനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ നമ്മുടെ ഗോപാലസാറിനെയും ബാലേട്ടനെയും ചേച്ചിയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അല്ലേ? സുഹൃത്തുക്കളാണ്. ഇനി സുഹൃത്ത് വരാനുണ്ട്. ഇനിയും വരാനുണ്ട്. അപ്പോൾ എല്ലാവരും എത്തിയില്ല. ഇത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. നമ്മളിത് പ്ലാൻ ചെയ്തൊരു പരിപാടിയല്ല. രാവിലെ വിളിച്ചപ്പോൾ ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, വരുവാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് യാദൃശ്യമായിട്ട് വന്നത്. തീർച്ചയായും ഇങ്ങനെ നടുകയും പത്രങ്ങളിലെല്ലാം വാർത്തകൾ വന്നു. പത്രങ്ങൾ തന്നെയല്ല, മീഡിയകളിലും മാതൃഭൂമി പത്രം, അങ്ങനെ വിവിധ ചാനലുകളിലൊക്കെ വന്നു. അപ്പം എന്തായാലും അതൊരു സന്തോഷമായി അല്ലേ? ഭയങ്കര സന്തോഷമായി. കാരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി സാധനം നാട്ടിലുണ്ടാവുന്നുള്ള കാര്യം. റിസൾട്ട് കിട്ടി നമുക്ക്. കൃഷി എന്ത് ചെയ്താലും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകുള്ളൂ. ഇത് വിളവെടുക്കാറായോ? ഇത് പച്ച നിറമായിട്ടേ. പച്ച നിറമാണ്. ആദ്യം വെള്ള കളറിനകത്ത് നമ്മളുടെ കമുകിൻ്റെ പൂ പോലെയാണ്. അത് കഴിഞ്ഞ് പച്ചയായി വളർന്ന് അത് മഞ്ഞ കളറാകുമ്പോൾ നമ്മൾ വെട്ടിയെടുത്ത് വെയിലുണങ്ങി ഡ്രയറിനകത്ത് വെച്ച് ഉണങ്ങിയെടുക്കണം. അത് അന്നേരമാണ് നമുക്ക് ഈ നിറം മാറി കിട്ടുന്നത്. അന്നേരം നമുക്ക് കാപ്പിപ്പൊടി കളറായിട്ട് ഇതുപോലെ നിറം മാറി കിട്ടും. ഇപ്പം ഈ നിലത്ത് കിടക്കുന്നതിനൊക്കെ നിറം മാറിയിട്ടുണ്ട് അല്ലേ? പഴുത്തു പോയതാ. പഴുത്തതുകൊണ്ടാണ് ഇത് പൊഴിഞ്ഞ് ചാടിയത് അല്ലേ? അപ്പോൾ ഈ പൊഴിഞ്ഞ് ചാടി കഴിഞ്ഞാണ് നിറം മാറുന്നത്? അല്ല, ഇത് ശരിക്കും അതിൽ നിന്ന് തന്നെ പഴുത്ത് പൊഴിഞ്ഞു വീണതാ. നന്നായിട്ട് നമുക്ക് പാകമായിട്ട് പൊഴിഞ്ഞു വീണതാ ഇത്. ഓ, അത് കഴിഞ്ഞ് നമ്മളിത് പറക്കിയെടുത്താൽ മതി. ഇത് ഉറുമ്പിന്റെ ശല്യം ഇവിടെ. ഇത് ചാടുന്ന ഉറുമ്പ് തിന്നും. പിന്നെ നമുക്ക് ഉപയോഗശൂന്യമായി പോകും. ഓ, അതുകൊണ്ട് നമ്മളത് ഇപ്പം പഴുത്ത് കഴിയുമ്പോൾ വെട്ടിയെടുത്ത് നമ്മളിഞ്ഞ് ട്രയറിൽ ഉണക്കി വെയിലത്തേക്ക് ഉണക്കും അല്ലേ? അന്നേരം ഇത് നിറം മാറും. അന്നേരം കാപ്പിപ്പൊടി കളറാണ്. ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞേ? ഇത് നമുക്കൊരു കൃഷി ഓഫീസറുണ്ട്. കൃഷി ഓഫീസർ പ്രിയാമാടമാണ്. പ്രിയാമാടത്തെ ബന്ധപ്പെട്ടാണ് നമ്മളിത് ഇതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയത്. പ്രിയാമാടം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് ഇപ്പം ഇത് വിളവെടുക്കുന്നത്. സജിമോന് ഇതിനുള്ള പ്രോത്സാഹനം ആരാ ചെയ്യുന്നത്? എൻ്റെ അച്ഛൻ കൃഷിക്കാരനാണ്. അപ്പോൾ കൃഷി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്. പിന്നെ എനിക്ക് വൈഫ് എപ്പോഴും കൂടെ ഉണ്ട്. പിള്ളേരെ എപ്പോഴും നമ്മളായിട്ട് ബന്ധപ്പെടുന്നത്. അതായത് വലങ്കൈ ഇടങ്കൈ ആയിട്ട് ആൾക്കാരുണ്ട് അല്ലേ? സുഹൃത്തുക്കൾ ഒരുപാട് പേര് എനിക്കുണ്ട്. വൈഫിന്റെ പേരെന്ന് പറഞ്ഞേ? സിന്ധു. വൈഫിന് ഇതിനെക്കുറിച്ച് എല്ലാം ഗ്രാഹ്യം ഉണ്ടായിരുന്നു? വൈഫിന് നല്ല ഗ്രാഹ്യമുണ്ട്. എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആൾക്കാണ് ഈ ചെടികളെ കുറിച്ചൊക്കെ. അപ്പം അതാണ് ഒരു പ്രോത്സാഹനമായി അല്ലേ? എല്ലാ ചെടികളെ പറ്റി, എല്ലാ ചെടിയുടെ പേരും വിവരങ്ങളൊക്കെ ആൾക്കറിയാം. എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന സിന്ധുവിനാണ്. ഈന്തപ്പന ഇവിടെ കൊണ്ട് നട്ടപ്പം 10,000-15,000 മുടക്കായില്ലേ? 30,000 മുടക്കായി. അപ്പോൾ ഇത്രയും പൈസ മുടക്കി ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ നമ്മുടെ ഫാം ടൂറിസത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞത് നമ്മളതിൻ്റെ ഫലത്തിൻ്റെ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. വെറൈറ്റി ഫ്രൂട്ട്സ് വെച്ചുപിടിപ്പിക്കുക. അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ വെറൈറ്റി ഫ്രൂട്ട്സ് വെച്ചുപിടിപ്പിച്ചിട്ട് ഞാനിത് ശരിക്കും ജനത്തിന് മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.